പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കോംബോ ഓഫറുമായിട്ടാണ്. നമുക്കറിയാം ഇപ്പം നല്ല മഴക്കാലം പിടിച്ച സമയമാണ്. ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും തന്നെ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ഈ മഴക്കാല സമയത്ത് നമുക്ക് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നമുക്കറിയാം, കാരണം നമുക്കിപ്പോൾ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് പ്രത്യേക ഒരു കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കിട്ടിക്കോളും. നമ്മൾ ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതും ഈ മഴക്കാലം ആയതുകൊണ്ട് അത്രയും നമുക്ക് ഓവർ കെയറിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ധൈര്യമായിട്ട് നടാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികളെ പിടിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റിന് ഒരു കോംബോയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു കോംബോയാണ്, ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കോംബോ കൂടിയാണ്. അപ്പോൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബാൾസം ചെടിയുടെ കോംബോയോ ആയിട്ടാണ് കേട്ടോ. ബാൾസം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലത്തൊക്കെ ബാൾസം പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴയൊക്കെ കഴിയുന്ന സമയത്ത്, അതായത് ഓണക്കാലം ഒരു ഓഗസ്റ്റ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ നിറച്ച് പൂക്കൾ ഇതിൽ ഉണ്ടാവുന്നതായിട്ട് കാണാം. മാത്രമല്ല മഴക്കാലത്ത് ഇത് പുതിയ മുളകളൊക്കെ വന്നത് വലിയ വലിയ പ്ലാന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ബാൾസം പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ ഒരു 10 പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ പ്ലാന്റിൻ്റെ സൈസും ചിലതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂക്കളുടെ കളറിലൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ നമുക്കൊരു പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. ഇതുപോലെ ജിഫി ബാഗിലായിരിക്കും വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇപ്പോൾ ജിഫി ബാഗ് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജിഫി ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല. വേരുകളൊക്കെ ഇതിന് പുറത്തുകൂടി വരുന്നതാണ്. പക്ഷെ നമുക്ക് ചെറിയൊരു കീറൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നേരെ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ചാക്കിലേക്കൊക്കെ വെച്ചാൽ നല്ലോണം ഇത് ഗ്രോത്ത് ആവും. നമുക്കറിയാം, നമുക്ക് സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അതിൽ നിറഞ്ഞ് ചാക്കിൽ നിറച്ചുണ്ടാവും. ഈ ചാക്ക് കിട്ടാത്തവർക്ക് ചട്ടിയിലാണെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ ഒരു പിങ്ക് കളറാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് കളറാണ്. അതുപോലെ ഒരു ഡാർക്ക് റോസ് കളറാണ് വന്നിട്ടുള്ളത്. പൂക്കളുണ്ടായ പ്ലാന്റ്സ് ഞാൻ ആദ്യം കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ഓറഞ്ച് വെറൈറ്റിയാണ്, ഓറഞ്ച് ഫ്ലവേഴ്സ്, നല്ല ഗ്രീൻ ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ലീവ്സിലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പിങ്കിൽ കണ്ടില്ലേ, ഒരു ഡാർക്ക് കളർ ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതും കുറച്ചൊരു ഡാർക്ക് ആൻഡ് ഗ്രീൻ ആണ് വന്നിട്ടുള്ള ലീവ്സിന് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിൽ പൂക്കളുണ്ടായിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി വന്നിട്ടുണ്ട്. ഈ 2 വെരിഗേറ്റഡിനും വ്യത്യാസമുണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഒരേ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾ 10 എണ്ണം വെക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ 3 വെരിഗേറ്റഡ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വെരിഗേറ്റഡിൻ്റെ നടുവിൽ കണ്ടോ ഒരു കളറും വരുന്നില്ല, ഈ ഒരു വൈറ്റും ഗ്രീനും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിലുണ്ടാവുന്ന പൂ വേറെ ആയിരിക്കും, ഒരു കളറായിരിക്കും. ഇനി അടുത്ത വെരിഗേറ്റഡ് കണ്ടില്ലേ, നടുവിൽ ലൈറ്റ് റെഡ് പോലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും പൂ വേറെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളർ ലൈൻസ് ആണ് നടുവിലൂടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ 10 എണ്ണം നിങ്ങൾക്ക് തരുന്നത്. അപ്പം പലരും ചോദിക്കാറുണ്ട്, ഈ 3 പ്ലാന്റ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയാൽ പലരും ചോദിക്കാറുണ്ട്, അയ്യോ ഞങ്ങൾക്ക് 3 എണ്ണം ഒരേ കളറായിപ്പോയി. പക്ഷേ ഇതല്ല കേട്ടോ. ഇപ്പം ഒരേപോലെയുള്ള ഇപ്പം പച്ചയിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ അതുപോലെ വരുന്നുണ്ട്. കണ്ടില്ല, ഈ ഒരു പച്ചയല്ല ഈ ഒരു പച്ച. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പാക്കിങ്ങും വളരെ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്ലാന്റൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള 10 വെറൈറ്റീസ് കണ്ടില്ലേ, ഇതിലൊക്കെ മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബാൾസം പ്ലാന്റൊക്കെ പൂവിടാനുള്ളൊരു സമയമാണ് നമുക്ക് ഈ ഒരു മഴക്കാല സമയത്ത്. മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് പിടിപ്പിക്കാവുന്ന അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ബാൾസം പ്ലാന്റ്. അപ്പോൾ നമ്മൾ ആദ്യം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയായിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റാണ്. അതിനിടയ്ക്ക് നമുക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്കൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിത് റീസ്റ്റോക്ക് ആയി വന്നിട്ടുണ്ട്. 10 കളേഴ്സ്, നമുക്ക് അടിപൊളി കളേഴ്സ്, നല്ല പൂക്കളോടെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ പ്ലാന്റിലും പൂക്കളൊന്നുമില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പൂക്കളുള്ള പ്ലാന്റ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഈ 10 പ്ലാന്റ്സിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസാണ് കേട്ടോ.
കൊറിയർ ചാർജ് ആയിട്ട് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതില്ല. 10 എണ്ണത്തിന് 400 രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വാങ്ങി വളർത്തി പിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കൾ ഇതിൽ എന്തായാലും ഉണ്ടാകുന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ ഒന്ന് കെയറിങ് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ള NPK വളങ്ങളൊക്കെ ജസ്റ്റ് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. NPK വേണമെന്നില്ല, ചാണകപ്പൊടി തന്നെ ധാരാളം. പൂക്കളൊക്കെ ഉണ്ടാവുന്നില്ല എന്ന് കാണുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് NPK കുറഞ്ഞ അളവിലൊന്ന് ട്രൈ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ പ്ലാൻസ് വാങ്ങിയിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മുടെ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.